ഈ കേസിലെ പ്രതി ജാമ്യത്തിന് അർഹനാണെന്ന് കോടതി കരുതുന്നു. ജാമ്യക്കാർ ആരാണ്? എന്താണ് പേര്? ഉത്തരവ്. നമ്മുടെ പേര് പോക്കർകുട്ടി എന്നാ. അടുത്ത ജാമ്യക്കാരൻ ആരാണ്? ജാമ്യക്കാരി നിന്റെ ആങ്ങളുടെ കാവകന് നീ ജാമ്യം നിൽക്കും. എന്റെ ജീവനെടുക്കാൻ നടക്കുന്നവന് നീ കൂട്ടുനിൽക്കുമല്ലേടി? നീ എനിക്ക് ആരുമല്ല, എന്റെ ശത്രുവാണ്. നീ ജീവിക്കരുത്, എന്നെ ഞാൻ കൊല്ലും. നിന്റെ സമയം നിശ്ചയിക്കപ്പെട്ടതാണ്. അതിനുള്ളിൽ സ്വന്തം ചോര തന്നെ മുത്തിക്കുടിക്കാനുള്ള ആർത്തിയല്ലേടാ? നിഷ്കളങ്കയായ എന്റെ പെങ്ങളെ നീ ചവിട്ടിക്കുന്നു. ചെയ്യാ കുറ്റത്തിന് കള്ളക്കേസിൽ കുടുക്കി എന്നെ നീ തുറുങ്കിലടച്ചു. നിന്റെ രഹസ്യങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരാൻ ഒരുങ്ങിയ സ്വന്തം മരുമകനെ നിഷ്കരണം നീ വെടിവെച്ചുകൊണ്ടു. ഇപ്പോഴാ സ്വന്തം മകളുടെ നാക്ക് ചവിട്ടി താഴ്ത്തി കൊല്ലാക്കൊല ചെയ്യാൻ ഒരുപെടുന്നു. എന്ത് ദ്രോഹം ചെയ്താലും എന്റെ അപ്പച്ചനാണ്. രാജേഷ് പോകൂ, പോകൂ. ഇങ്ങനെ സംഭവിക്കുമെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു. അതുകൊണ്ടാണ് നിനക്ക് ജാമ്യം കിട്ടുമെന്ന് രാജൻ ആഗ്രഹിച്ചതും അപ്പോൾ മുതൽ നിന്നെ പിന്തുടർന്നതും. ലക്ഷ്യത്തിൽ നിന്നും എന്നെ പിന്തിരിപ്പിക്കാൻ നിങ്ങൾക്കാവില്ല. എന്താണ് അത്ര മഹത്തായ നിന്റെ ഈ ലക്ഷ്യം? മറ്റൊരു കൊലപാതകം കൂടി. നിന്റെ ഈ കൊലവിളിയുടെ അർത്ഥം? നീ ഞങ്ങളിൽ എന്തോ മറച്ചു വെക്കുന്നു. നിനക്കെന്ത് പറ്റി? എന്നോട് പറയടാ. പറയാം. എന്റെ സഹോദരിയെ കൊന്നുവെന്ന കുറ്റത്തിന് ജീവപര്യന്തം ശിക്ഷ അനുഭവിച്ചവനാണ് ഞാൻ. അതെന്നേ കഴിഞ്ഞ കാര്യം അല്ല. അവളുടെ മരണവും എന്റെ ശിക്ഷയും മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. എന്റെ പെങ്ങളുടെ ഘാതകൻ ഇന്നും ജീവിച്ചിരിക്കുന്നു. മാത്യൂസ്, ഇന്ദ്രൻ, ഞാൻ അന്നേ പറഞ്ഞില്ലേ എന്റെ വഴി മറ്റൊന്നാണെന്ന്. എന്നെ മറന്നേക്കൂ. പിന്നെ എന്റെ പേരിൽ നീ ഒരിക്കലും രാജനുമായി പിണങ്ങരുത്. അവൻ ചെയ്തിട്ടുള്ളതെല്ലാം എന്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. എനിക്കതറിയാം. അപ്പോൾ എല്ലാം നീയും കേട്ടു. രാജൻ, നിനക്കെന്നല്ല ആർക്കും എന്നെ രക്ഷിക്കാനാവില്ല. എന്നെ കാത്തിരിക്കുന്നത് കൊലക്കയറാണ്. നിങ്ങൾക്ക് എന്ത് പറ്റി? എന്നോട് വെറുപ്പാണോ? ഇല്ല, ഒരിക്കലുമില്ല. നമുക്ക് പരസ്പരം വെറുക്കാനാവില്ല. നമ്മളെന്ന് ഒന്നാണ്, ഒന്നാണ്. ഒന്ന് ചിരിക്കടാ. നീ ചിരിക്കടാ. ഇല്ല അല്ലേ? ഞാൻ ചിരിക്കാം. ഞാൻ ചിരിക്കാം. പോക്കർക്ക, ഞാനീ നാട്ടിൽ നിന്ന് പോവാണിക്കാം. എനിക്കിവിടെ നിൽക്കാനാവില്ല. ഒരുപാട് പേര് നമ്മൾ വളർത്തിയ ആളാക്കി. ഒടുവിൽ നമ്മുടെ മയ്യത്തിറക്ക ആരും ഉണ്ടാവില്ല. പൊയ്ക്കോടാ, നീ പോടാ. പോക്കർക്ക, മോനെ. ഇല്ലേക്ക, നമ്മൾ പോണില്ല. ഇക്കനെ തല്ലി ഓടിച്ചാലും നമ്മൾ പോവില്ല. മോനെ. മിസ്റ്റർ അലക്സാണ്ടർ, യെസ്. സമൂഹത്തിൽ വിറ്റഴിയുന്ന എല്ലാ വസ്തുക്കളുടെയും കൃത്രിമോൽപ്പന്നം നിങ്ങളുടെ ഫാക്ടറി നടക്കുന്നുവെന്നാണ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ഇൻഫർമേഷൻ. അത് വൻതോതിൽ നിങ്ങൾ വിപണിയിൽ ഇറക്കിയിട്ടുമുണ്ട്. ഇല്ല, അത് എന്റെ ശത്രുക്കൾ പറഞ്ഞു പരത്തുന്നതാണ്. പുറം അപഖ്യാതികളുടെ പേരിൽ ഞങ്ങൾ ആരെയും അറസ്റ്റ് ചെയ്യാറില്ല.
ഞാൻ നിരപരാധിയാണ്. ഐ എം എ ലോ അബൈഡിംഗ് സിറ്റിസൺ. അത് തെളിയിക്കപ്പെടേണ്ടതാണ്. നിങ്ങളുടെ ബിസിനസ്സും റെക്കോർഡുകളും ഞങ്ങൾക്ക് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. സാർ, കോടിക്കണക്കിന് രൂപയുടെ വാർഷിക ബിസിനസ് ചെയ്യുന്ന താങ്കൾ കള്ളക്കണക്കിൽ കാട്ടി നീതി വെട്ടിപ്പ് നടത്തി വരുന്നുണ്ട്. കൃത്രിമ രേഖകൾ ഉണ്ടാക്കി റോ മെറ്റീരിയൽസ് മധ്യ സർക്കാരിൽ നിന്ന് കൈപ്പറ്റിയിട്ടുണ്ട്. ഇല്ല സാർ, ഇല്ല. ഇതെല്ലാം വെറുതെയാണ്. വരൂ, നമുക്ക് അല്പം കാപ്പൂടി സംസാരിക്കാം. നോ താങ്ക്സ്. നിങ്ങളുടെ റെക്കോർഡ് തരൂ. സാർ, മുതലാളി കുന്നംകുളത്താരനാന്ന് അറിഞ്ഞുകൊണ്ട് അവര് മനഃപൂർവ്വം പറയുന്നതാ. പക്ഷേ പച്ചുപിള്ളേ, അവർ തെളിവുകൾ ശേഖരിക്കുന്നുണ്ട്. എന്നാ നമുക്ക് പരിപാടി കൂടെ നിർത്താം. എന്ന് വെച്ചാൽ നമുക്ക് നാട് നീളെ പ്രൈവറ്റ് ആശുപത്രികൾ സ്ഥാപിക്കാം. ഏതെങ്കിലും കമ്പൗണ്ടർമാരെ വളച്ചൊടിച്ച് ഡോക്ടറാക്കാം. ഇപ്പോഴത്തെ പൂജക്കാരെക്കാൾ വേറെ കാലം അവർക്ക്. എടോ, താൻ ആവശ്യത്തിന് സംസാരിക്കുക. ആശുപത്രി വണ്ടി ഇതിന് എന്ത് ബന്ധം? ബന്ധമുണ്ട്. എന്റെ അറിവ് ശരിയാണെങ്കിൽ നമ്മുടെ സാധനങ്ങൾ ഉപയോഗിച്ചവരെല്ലാം കിടപ്പിലാണ്. സിഗരറ്റ് കഴിച്ചവന്റെ എല്ലാം തൊണ്ട പഴുത്ത്, വല്ല വേദനസമാരി ഗുളിക കഴിച്ചവന്റെ എല്ലാം ഹോട്ടലിൽ പഴുത്ത് അലിഞ്ഞ് നാറി കിടപ്പിലായിരിക്കും. ആ നിലയ്ക്ക് ആശുപത്രിക്ക് തന്നെയാണ് മാർക്കറ്റ്. എടോ, തൽക്കാലം വന്ന ആപത്തിൽ നിന്ന് വല്ല വിധേനം തല ഊരിയാൽ മതി എന്ന് പറയാൻ ഞാനിരിക്കുന്നത്. ഊരണം ഇതിൽ കൊള്ളൂല. ഓളാമ്പി കൂടിയാ ഉണ്ടെന്ന്. എടോ, അവിടെയല്ല, പുറത്ത്. ഞാൻ വരാം, വാക്യം പറഞ്ഞപ്പോ വരാം. അലവലാതി. മിസ്റ്റർ ഇന്ദ്രപാലൻ, അലക്സാണ്ടറുടെ ലീഗൽ അഡ്വൈസർ എന്ന നിലയിൽ മാത്രം നിങ്ങളെ ഞങ്ങൾക്ക് കാണാനാവില്ല. അയാൾ ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ കൃത്രിമരേഖകളിലും നിങ്ങളുടെ പങ്ക് പകൽ പോലെ പരമാർത്ഥമാണ്. ഒരിക്കലും ഞാൻ അതിന് കൂട്ടുനിന്നിട്ടില്ല. നിങ്ങൾക്ക് അങ്ങനെ പറയാൻ കഴിഞ്ഞേക്കും, പക്ഷേ രേഖ സംസാരിക്കുന്ന മറിച്ചാണ്. ഇറ്റ്സ് ക്വൈറ്റ് ഇമ്പോസിബിൾ. ക്ഷമിക്കണം, ഇത് നിങ്ങളുടെ കയ്യൊപ്പുകളല്ലേ? മിസ്റ്റർ ഇന്ദ്രപാലൻ, നിയമത്തിന്റെ ഊരാക്കുടുക്കിലേക്ക് എന്നെ വലിച്ചെറിഞ്ഞിട്ട് നിങ്ങൾ മാത്രം രക്ഷപ്പെട്ടു കളയാമെന്ന് കരുതി അല്ലേ? പക്ഷേ ഞാൻ നിങ്ങളെക്കാൾ ബുദ്ധിമാനാണ്. ഞാൻ നിങ്ങൾക്ക് നിയമത്തിന്റെ വശങ്ങൾ മാത്രമേ ഉപദേശിച്ചു തന്നിട്ടുള്ളൂ. അതെ. എനിക്ക് നിങ്ങൾ ശമ്പളം മാത്രമേ തന്നിട്ടുള്ളൂ. അതെ. പിന്നെ ആ കൃത്രിമരേഖകൾ എന്റെ പേര് എങ്ങനെ വന്നു? അതാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് നിങ്ങളെക്കാൾ ബുദ്ധിയുണ്ടെന്ന്. കുറ്റങ്ങളുടെ മുൻപിൽ നമ്മളിപ്പോ തുല്യരാണ്. മുതലാളി, ഇനിയുള്ള ലാഭവിധം നമുക്ക് തുല്യമാക്കാം. വേണ്ട, എന്നെ നിങ്ങൾക്ക് അതിന് കിട്ടില്ല. വേണ്ടെങ്കിൽ വേണ്ട. പക്ഷെ ഒരു കാര്യം, നിയമത്തിന്റെ ഈ ചുഴിയിൽ ഞാനുണ്ടെങ്കിൽ ഒറ്റയ്ക്കായിരിക്കില്ല. മുതലാളി, നിങ്ങൾ എന്റെ കൂടെ നിൽക്കൂ, നമുക്ക് രക്ഷപ്പെടാം. ബട്ട് ദർ ഈസ് വൺ കണ്ടീഷൻ. നിങ്ങളുടെ കഴിവും സ്വാധീന ശക്തിയും എനിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തണം. What do you mean? What I mean is, മത്തായിയുടെ കേസ് നിങ്ങൾ വാദിക്കാൻ പാടില്ല. SI രാജശേഖരനെ നമ്മുടെ വഴിക്ക് കൊണ്ടുവരണം. Understand what I mean?